ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച് കുറേ വർഷങ്ങളായി പരിചയപ്പെട്ട് അങ്ങനെ ഒരു 7 വർഷത്തോളം ഞങ്ങൾ അറിഞ്ഞ് അതിനുശേഷം ഞങ്ങൾ ഇപ്പോൾ വിവാഹത്തിലേക്ക് എത്തുകയാണ്. ആദ്യം ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊന്നും ഒരിക്കലും ഈ ഒരു രീതിയിലേക്ക് പോകുന്നോ അല്ലെ റിലേഷൻ ആവുന്നോ അല്ലെ മാരേജിലേക്ക് എത്തുന്നൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു ഫ്രണ്ട്സായി തുടങ്ങി. പിന്നീട് എന്തൊക്കെയോ കാരണങ്ങളാൽ ഞങ്ങൾ ഒരുമിച്ച് അടുത്തു. ഈ ഒരു രീതിയിലേക്ക് എത്തി. ഇന്നിപ്പോൾ വിവാഹം നടക്കാൻ പോവാണ്. കുറേ കാലമായിട്ട് എക്സ്പെക്ട് ചെയ്ത് നിന്നൊരു കല്യാണമാണ്. ഈ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ തോന്നുന്ന ഒരു 2 വർഷത്തിലും മേലെ. അപ്പോൾ ഞങ്ങളുടെ ഫാമിലി തന്നെ കുറെ ഗ്യാപ്പിന് ശേഷം വന്നൊരു കല്യാണമാണ്. അപ്പൊ അതിന്റെ ഫുൾ ഓൺ എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ എല്ലാരും ഉണ്ട് ഇത്തവണ കല്യാണത്തിന്. ആരും ഗൾഫിലുള്ള എല്ലാരും ഇപ്പൊ ഈ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് നാട്ടിലെത്തിയിട്ടുണ്ട്. അതന്നെ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യം. അത് ത്രില്ലാണ്. ബാച്ചിലർ ലൈഫ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ മാരീഡ് ലൈഫിന് തുടക്കം കുറിക്കുകയാണ് നാളെ. ചേച്ചിക്ക് ഭയങ്കര ഹൈപ്പാണ്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്നേഹം അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞാനായിട്ട് പറയും ചേട്ടൻ ട്രൈ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഏട്ടൻ തീരെ വർക്ക് ചെയ്യുന്നില്ല, ഹാർഡ് വർക്കർ അല്ലാതെ പറഞ്ഞാൽ എന്റെ അടുത്ത് നേരെ ഓപ്പോസിറ്റ് എടുക്കും. അവൻ അങ്ങനെയല്ല, അവൻ എന്താ പറയാ, അവൻ ട്രൈ ചെയ്തോണ്ടേ ഏട്ടൻ ഒന്നും ചെയ്തിട്ടില്ല, കടന്നുറങ്ങിയേക്ക്. പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുറേ കാര്യങ്ങൾ അമ്മയും അച്ഛനും കൂടിയാണ് അറേഞ്ച് ചെയ്തത്. ഞാൻ വളരെ അവസാന നിമിഷത്തിലാണ് എത്തിച്ചേർന്നത്. എന്നിരുന്നാൽ പോലും വളരെ മനോഹരമായിട്ട് ഇന്നിവിടെ എത്തി നിൽക്കുകയാണ്. എന്നെ കൂട്ടാതെ കുറെ ഷോപ്പിംഗ് നടത്തി ഒന്നും സെറ്റ് ആയി കിട്ടിയില്ല. ഞാനും കൂടെ പോയാണ് കറക്റ്റ് ഒരു ഷർട്ട്. ഞാനാണ് ഏട്ടന്റെ കല്യാണം ആണെങ്കിലോ. അതെ, रमणीय गात्र पवन जस्तुति पात्र पावन चरित्र रवि सोमवर नेत्र रमणीय गात्र वैभोगमे रामा कल्याण वैभोग
भक्तजन परिपाल भरित शरजाल भुक्ति मुक्ति दलील भूदेव पाल भक्तजन परिपाल भरित शरजाल भुक्ति मुक्ति दलील भूदेव पाल सीता कल्याण वैभोगमे राम कल्याण वैभोगमे सीता वैभोगमे राम कल्याण वैभोग ഈ അഫെയറിനെ പറ്റി ഞങ്ങൾക്ക് കുറച്ച്, എനിക്ക് അമ്മയ്ക്ക് അങ്ങനെ കുറച്ച് പേർക്ക് അറിയാമെന്നല്ലാതെ ഫാമിലി മൊത്തമായിട്ടൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പം പക്ഷെ ഗൗരി ചേച്ചിനെ എല്ലാവർക്കും അറിയാം. വിളിക്കുന്നതുകൊണ്ടോ ഫോട്ടോ കാണുന്നതുകൊണ്ടോ ഒക്കെ ഏകദേശം എല്ലാവർക്കും അറിയാം. അപ്പൊ കസിൻസ് എല്ലാരും ഏട്ടനെ ഇങ്ങനെ ഇട്ട് കളിയാക്കിയിരുന്നു, ഗൗരി ചേച്ചിന്റെ പേരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്. പക്ഷെ എന്നാലും ഏട്ടൻ എങ്ങനെ സംവിട്ട് എടുക്കുമല്ലായിരുന്നു. வானம் பார்த்து கிடந்தேனே மழையாய் வந்து விழுந்தாயே வழி துணையே கண்டேன் கண்டேன் என்னுடையவளை தந்தேன் தந்தேன் மிச்ச உயிரை கண்டேன் கண்டேன் என்னுடையவனை தந்தேன் தந்தேன் மிச்ச உயிரை உற்று உன்னை பார்க்கையிலே தொற்று கிடைத்த தனிமையினை கற்று தந்த காதல் வழி விட்டு போனதே ஊர் கூடும் நல்ல நல்ல தளங்கள் எல்லாம் உன்னை கூட்டிக் கொண்டு கை கோர்த்து கொண்டு இதை சேர்த்து வைக்க நல்ல இடங்களை நாம் தேடி தேடி போவோம் இதழ் சேர்ந்திருக்கும் அந்த நேரத்திலே விழிமூடி நீ இருக்கும் வேளையிலே என்ன வர வேண்டும் என்பதை நான் வேண்டி வேண்டி கேட்பேன் வானம் பார்த்து கிடந்தேனே மழையாய் வந்து விழுந்தாயே வழி துணையே வழி துணையே வண்ணம் சூழ்ந்த இடமெல்லாம் பாபா ஓடி திரிவோம் வா என் துணையே வழி துணையே நீயே അപ്പൊ ഏട്ടനും ഗൗരി ചേച്ചിക്ക് ഞങ്ങളുടെ ആകെ ഒരു ഹാപ്പി മാരീഡ് ലൈഫ്. கண்டேன் கண்டேன் என்னுடையவளை தந்தேன் தந்தேன் மிச்ச உயிரை